ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോണതുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് എങ്ങനെയാണ് വെക്കണതെന്ന് നോക്കാം കേട്ടോ. ഒരു വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കൊരു ഇൻഡോർ വാട്ടർ ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മളൊക്കെ ഈ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ വളർത്താറുണ്ട്. പണ്ട് കാലം തൊട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ പ്ലാന്റ്സ് വെക്കും. പക്ഷേ അതൊരു മണി പ്ലാന്റ് മാത്രമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെയൊക്കെ വീട്ടിൽ ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു കുപ്പിക്കകത്ത് ഒക്കെ മണി പ്ലാന്റ് വളർത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു എല്ലാവരും തന്നെ മണി പ്ലാന്റ് വളർത്തുന്നത്. ഇന്ന് നമുക്ക് മണി പ്ലാന്റ് മാത്രമല്ല, ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഇൻഡോർ വളർത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് നന്നായിട്ട് അത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇൻഡോർ പോട്ട്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല ഇൻഡോർ വെക്കുന്ന ഈ ഗ്ലാസിൻ്റെയൊക്കെ പോട്ടൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര വിലയാണ്. 400-500 അങ്ങനെയൊക്കെ കൊടുക്കണം. അപ്പം ഇപ്പം ചെടി അല്ലാണ്ടൊക്കെ ചെടി വെക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഇൻഡോർ വാട്ടർ പ്ലാന്റ്സ് എങ്ങനെ വളർത്താൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ നമുക്ക് പൊട്ടിയത് നമ്മുടെ ഒരു പൊട്ടിപ്പോയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലായിരുന്നു. അത് എടുത്തിട്ട് അതിനകത്ത് ജ്യൂട്ടും കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിക്കുക ഒരു സാധാ കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ് നമ്മുടെ മണി പ്ലാന്റ്. എനിക്ക് ഈ ജ്യൂട്ടും കൊണ്ട് ഉണ്ടാക്കുന്ന ബോട്ടിലുകളും ജ്യൂട്ട് ചുറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ, ഇത് ഭയങ്കര ഇഷ്ടം. അപ്പം ഇത് കുറച്ച് നാളേ ആയുള്ളൂ കേട്ടോ, ഞാൻ വലിയൊരു മണി പ്ലാന്റ് എടുത്ത് വെച്ചതാണ്. സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയായിരുന്നു. അത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ബബിൾസ് ഇട്ട് വെച്ചേക്കും. ഇത് വെച്ചിട്ട് ഒരു 2 വർഷത്തോളമായി കേട്ടോ. പക്ഷേ പ്ലാന്റ് നന്നായിട്ട് തന്നെ ഉണ്ട്. നമുക്കിങ്ങനെ പഴയ കുപ്പിയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വളർത്താം. പിന്നെ ഇതുപോലെ ഒക്കെ ജ്യൂട്ട് ചുറ്റിയിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്ത് അതിനകത്തൊക്കെ പ്ലാന്റ്സ് വളർത്താം. ഇതും ഇതുപോലെ ജ്യൂട്ട് കവർ ചെയ്തിട്ട് ഇത് നമ്മുടെ തണ്ണിമത്തൻ്റെ സീഡാണ് കേട്ടോ. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ പൂ പോലെ ആക്കി വെച്ചേക്കുന്നതാണ്. അതുപോലെ ഇത് ഒരു പഴയൊരു കുപ്പിക്കകത്ത് നമ്മൾ ലക്കി ബാമ്പു വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇതും ലക്കി ബാമ്പു ആണ് വെച്ചേക്കുന്നത്. ഇതും അതുപോലെ ജ്യൂട്ടിൽ ആക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കുമ്പളങ്ങേൻ്റെ സീഡാട്ടോ. അതുപോലെ ലീഫ് കൊടുത്തേക്കുന്നത് അതും കുമ്പളങ്ങേൻ്റെയാണ്. ഇത് ഒത്തിരി ഒരു 4-5 വർഷമായത്, കാരണം ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞ് പോയി തുടങ്ങിയപ്പം ഇത് നന്നായി. ലക്കി ബാമ്പു നമ്മൾ പണ്ട് തൊട്ട് വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റാണ്. അതുപോലെ പിന്നെ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഇത് ഫിലോഡെൻഡ്രോൺ. ഇത് നമുക്ക് നന്നായി വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുമേ. ഇതും കുറേ നാളായതാണ്. ഈ ഫിലോഡെൻഡ്രോൺ നന്നായിട്ട് വെള്ളത്തിൽ നന്നായി വളരുന്ന ചെടിയാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് നിലത്ത് വെച്ചാലും ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാലും ഒക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അതുപോലെ ഇതും ജ്യൂട്ടും പിസ്തയുടെ ഷെല്ലും കൂടെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് പഴയ ബോട്ടിലുകളും പഴയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളൊക്കെ വെച്ച് നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇൻഡോർ വെള്ളത്തിൽ പ്ലാന്റ്സ് വെക്കാം. പിന്നെ ഇത് ഇനി കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ വെക്കണം എന്ന് തോന്നിയാൽ ഇത് ഉണ്ടോ, ഇത് നമുക്ക് ഇത് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിച്ച ബോട്ടിലുകളായിരുന്നു കേട്ടോ. നമുക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിലുകളായിരുന്നു. അത് ഒരു 12 ബോട്ടിലിന് 256 രൂപയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇതുപോലത്തെ ചെറിയ ബോട്ടിലുകൾ കിട്ടും. ഇതിൻ്റെ 500 ml ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി വലിയ ബോട്ടിൽ വേണമെന്ന് തോന്നിയാൽ എന്നാലും നമുക്ക് 286 രൂപയ്ക്ക് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 300-350 രൂപയ്ക്കൊക്കെ നമുക്ക് 12 ബോട്ടൊക്കെ കിട്ടുവേ. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നല്ലൊരു ഇതാണ്, നമുക്ക് അടുക്കളയിൽ കിച്ചണിൽ ഇതൊക്കെ മഗ്ഗൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിടി പോയതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് നന്നായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ ഇതുപോലത്തെ കൂട്ട് നല്ല ഭംഗിയുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിനകത്തൊക്കെ ചെടി വളർത്താം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ചെറിയ ഗ്ലാസ്സുകളും ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ചെടി
വളർത്താൻ ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം, കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെബിൾസ് ഉപയോഗിക്കാം. ഇത് പെബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ മെറ്റിലുണ്ടല്ലോ, ഇത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ സാധാ കരിക്കട്ടയാണ്, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇടാതെ വെച്ചാലും നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൂട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ചെടികളുടെ വളർച്ചയ്ക്കും ഈ കരി ഇട്ട് കൊടുക്കണമൊക്കെ ചെടി വളരാനും നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് ഈ ചെടിയൊക്കെ വെച്ചിട്ട് കാണാം. ഈ വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന ചെടികൾ കൂടുതൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇത് നമ്മുടെ സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ എല്ലാ പ്ലാന്റ്സും നമുക്ക് വെള്ളത്തിൽ വളർത്താൻ നല്ല ഇതാണ്. നന്നായിട്ട് വെള്ളത്തിലും നന്നായിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ സൺസൈരിയ, ഇതും നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ്. ഇതൊക്കെ വെള്ളത്തിലിരുന്നാണ്, അതുകൊണ്ട് നല്ലപോലെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെള്ളത്തിൽ വെച്ചിരുന്ന പ്ലാന്റാണ്. എന്താ നിറയെ റൂട്ട് വരും. ഇത് സൺസൈരിയ വെള്ളത്തിൽ ഒത്തിരി നന്നായിട്ട് വളരുന്ന പ്ലാന്റ് കേട്ടോ. പിന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് അഗ്ലോണിമ. അഗ്ലോണിമയെ നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് വളരും. ഇതും വെള്ളത്തിലിരുന്ന് കേട്ടോ, നിറയെ റൂട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി റൂട്ട് വന്നേക്കുന്ന കാണാം. അതുപോലെ ഈ അഗ്ലോണിമയെ എല്ലാം നമുക്ക് വെള്ളത്തിൽ വളർത്താതെ, പിന്നെ നമ്മൾ പിന്നെ പണ്ട് തൊട്ട് നമ്മളൊക്കെ എല്ലാവരും വളർത്തുന്നതാണ് മണിപ്ലാന്റ്. മണിപ്ലാന്റ് നമുക്ക് വെള്ളത്തിൽ വളർത്താം. പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ്, സിങ്കോണിയത്തിൻ്റെ എല്ലാ ടൈപ്പും നമുക്ക് വെള്ളത്തിൽ വളർത്താം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് പോട്ടിൽ ചെടി വെക്കുന്നതെന്ന് നോക്കാം. പ്ലാന്റ് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് വെക്കാം കേട്ടോ. ചെടി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചെടി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളത്തിൽ ചെടി വളർത്തുമ്പോൾ ഒന്നര ആഴ്ചയൊക്കെ കൂടുമ്പം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ അഗ്ലോണിമ വെച്ച് കൊടുക്കാം. അങ്ങനെ ഒത്തിരി റൂട്ടുണ്ട്, നമുക്ക് കുറേ റൂട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാലും മതിയേ. ഇത് വേറൊരു പോട്ടിലിരുന്നതാണ്. ഇത് നമുക്ക് വേറെ വലിയൊരു പോട്ടിൽ വെക്കാം. ഇത് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഞാൻ വെള്ളത്തിൽ വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇരുന്ന പ്ലാന്റ്സ് ആണ്. നല്ല മഴയാണ്, അതുകൊണ്ട് പുതിയ ചെടിയൊന്നും പറിക്കാൻ പോകാൻ പറ്റിയില്ല. നമുക്ക് കരി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സാധാ കരിയാണ്. ഇത് ഈ കരി ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ വളർച്ചയ്ക്കും നല്ലതാണ്. അപ്പം നമ്മുടെ പ്ലാന്റ്സൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ.
ഈ സാൻസവേരിയ നോക്കിക്കേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാൻസവേരിയാണ്. നന്നായിട്ടില്ലേ നിൽക്കുന്നത്. സാൻസവേരിയൻ്റെ നമ്മുടെ ഡ്വാർഫായിട്ടുള്ള അങ്ങനത്തേതും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വേറെ ഭംഗിയുള്ള വലിയ വലിയ പോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മളിത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഇൻഡോർ വാട്ടർ ഗാർഡൻ ഉണ്ടാക്കാമെന്നാണ് നോക്കിയത്. അപ്പം നമുക്ക് ഇങ്ങനെ വേസ്റ്റായി കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളും അല്ലാത്ത ഇതുപോലത്തെ കുപ്പികളിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാവേ. പിന്നെ നമുക്ക് കൂടുതൽ നല്ല പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ സക്യുലൻറ്റിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അതൊക്കെ നമുക്ക് വെച്ചാൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ വെള്ളത്തിൽ ഇവിടെ ഇരുന്ന പ്ലാന്റ്സും ഒക്കെ എടുത്ത് വെച്ചതുകൊണ്ട് അത്ര ഭംഗിയായിട്ടില്ല. നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ സിങ്കോണിയം നല്ലതാണ്, വെള്ളത്തിൽ വളർത്താൻ ഒത്തിരി നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ വാട്ടർ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണേ. പിന്നെ മണി പ്ലാന്റിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വെള്ളത്തിൽ വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് 1-2 ആഴ്ച കൂടുമ്പം നമുക്ക് വെള്ളം മാറ്റി കൊടുക്കണം, കൊതുകൊന്നും വരാതെ. പിന്നെ എന്താ, ഇതിൻ്റെ ലീഫൊക്കെ ഇടയ്ക്ക് തുടച്ചു കൊടുക്കണം. പൊടിയൊക്കെ ആകുമ്പം കുറച്ച് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇന്നത്തെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ വാട്ടർ പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസർ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ വാട്ടർ പ്ലാന്റ്സിന് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എല്ലാവരുടെയും ധാരണ. അപ്പോൾ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് അതിന് വേണ്ടുന്ന വളമൊക്കെ കൊടുത്താൽ കൂടുതൽ നല്ല ഗ്രോത്തിൽ വരും കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറിനെ കുറിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.